Good morning, dear students. So, നമുക്ക് ഇന്ന് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിലുള്ള രണ്ട് കറക്ഷൻസ് ഞാൻ ആദ്യം പറയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു IG പ്ലസ് AH ബാർ ഡിവൈഡ് ബൈ AH ബാർ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ആ IG പ്ലസ് AH ബാർ സ്ക്വയർ എന്നുണ്ട് കേട്ടോ ഇക്വേഷനിൽ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ. അപ്പോൾ ഇക്വേഷൻ ഓഫ് H star is IG plus AH bar square. H bar square and divide by AH bar. ഇതേ കറക്ഷൻ നിങ്ങൾ അതിൻ്റെ ഡെറിവേഷനിലും ചെയ്യണം. അവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ I naught is equal to IG plus AH bar square എന്നാണ്. ആ ലാസ്റ്റ് സ്റ്റെപ്പ്, ആ ഡെറിവേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ I naught-നെ IG യിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ അവിടെ H bar square ഇടാൻ മറന്നു. അതാണ് പറ്റിയത്. അപ്പോൾ I naught is equal to IG plus AH bar square ആണ്. അപ്പോൾ നമ്മുടെ എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷനിലേക്ക് വരുമ്പോൾ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു IG പ്ലസ് AH ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ AH ബാർ എന്നാണ് വരിക. നിങ്ങൾ ഓർത്ത് വെക്കണം ഈ കറക്ഷൻ. 3 പ്രോബ്ലത്തിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യണം. ഇക്വേഷൻ ആൻസേഴ്സ് കറക്റ്റ് ആയിരിക്കും, കാരണം ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ടുള്ള വാല്യൂ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ അല്ല, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ടുള്ള വാല്യൂ ആണ് എഴുതിയത്. അപ്പോൾ ആൻസേഴ്സ് കറക്റ്റ് ആയിരിക്കും, പക്ഷേ ഇക്വേഷൻ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും. ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ തേർഡ് പ്രോബ്ലം, നമ്മൾ ട്രയാങ്കുലർ സെക്ഷൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ അതിൻ്റെ ആൻസർ 93,940 ന്യൂട്ടൺസ് ആണ് വരേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ തെറ്റാണ് വാല്യൂ. അപ്പോൾ അതുകൂടെ ആ കറക്ഷനും കൂടെ ഓർത്ത് വെക്കാം. ദെൻ അത് നമുക്ക് ഇന്നത്തെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോർഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ ഇന്നലെ 3 പ്രോബ്ലം ചെയ്തു. 3ലും ഒരു പർട്ടിക്കുലർ ലിക്വിഡിൽ ഒരു സർഫസ് വെർട്ടിക്കലി ഇറക്കി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും കാണാനാണ് നമ്മളോട് പറഞ്ഞത്. ചില കേസിൽ നമ്മൾ ഒരേ ടാങ്കിൽ തന്നെ 2 ഫ്ലൂയിഡൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എടുക്കുകയാണ് നമ്മുടെ കെറോസിൻ, മണ്ണെണ്ണയും വാട്ടർ എടുക്കുകയാണ്. നമുക്കൊരു ബീക്കറിൽ എടുക്കാൻ പറ്റും ഇല്ലേ? മണ്ണെണ്ണ മേലെ പൊങ്ങി നിൽക്കും, വാട്ടർ താഴേക്ക് പോകും ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ടാങ്കിൽ, 2 ഫ്ലൂയിഡുള്ളൊരു ടാങ്കിലേക്ക് നമ്മളൊരു പ്ലെയിൻ വേർട്ടിക്കലി ഇമേഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ ഡിഫറെൻ്റ് ആണ്. അതാണ് നമ്മൾ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പ്രോബ്ലം നോട്ട് ഡൗൺ ചെയ്യാം. പ്രോബ്ലം പറയാം. ഞാൻ മെല്ലെ പറയുന്നതിന് പകരം നിങ്ങൾ പോസ് ചെയ്ത് എഴുതിയെടുക്കുന്നതായിരിക്കും തോന്നും കുറച്ചുകൂടി നല്ലത്. യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞ് നിങ്ങൾ പോസ് ചെയ്യുക. അത് എഴുതിയെടുത്തതിന് ശേഷം അടുത്ത സെൻറ്റൻസ് പറയുന്ന ഭാഗം പ്ലേ ചെയ്യാം. അപ്പം എനിക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ടാങ്ക് കണ്ടെയ്ൻസ് വാട്ടർ അപ് ടു എ ഹൈറ്റ് ഓഫ് 0.5 meter above the base. An immiscible liquid of specific gravity 0.8 is filled on the top of water up to 1 meter height. Calculate sub-question A, total pressure on one side of the tank. Sub-question B, the position of center of pressure for one side of the tank which is 2 meter wide. ഓക്കെ, ഇപ്പം നമ്മളോട് പറഞ്ഞത് ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ ഫ്രം ബേസ് 0.5 meter വരെ വാട്ടർ ആണ്. ദെൻ ആ വാട്ടറിൻ്റെ മേലെ 1 meter ഡെപ്തിൽ ഒരു ലിക്വിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഫിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിൻ്റെ വാൾസിൻ്റെ മേലെ ഈ ലിക്വിഡ് അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഫിഗർ വരക്കാം ആദ്യം. അപ്പം നമുക്ക് ഒരു ബീക്കർ, ഒരു ടാങ്ക്, റെക്ടാങ്കുലർ ടാങ്ക് ആണ്. അതിൽ 0.5 meter വരെ വാട്ടർ ആണ്. ഇവിടെ വാട്ടർ ആണ്. ദെൻ അതിൻ്റെ മേലെ ഇതേ ടാങ്കിൽ, ഞാൻ റെഡ് കൊണ്ട് വരക്കുന്നത് വേറെ ടാങ്കാന്ന് വിചാരിക്കരുത്, ഇതേ ടാങ്കിൽ എബവ് വാട്ടർ എ ലിക്വിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആൻഡ് അതിൻ്റെ ഡെപ്ത് 1 meter. വാട്ടറിൻ്റെ ഡെപ്ത് എത്രയായിരുന്നു? 0.5 meter. അങ്ങനെയാണെങ്കിൽ ഈ 2 ലിക്വിഡും ഈ ടാങ്കിൻ്റെ സൈഡ് വോളിൽ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ പ്രഷർ, ടാങ്കിൻ്റെ സൈഡ് വോളിൽ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് സാധാരണ പോലെ റോ ജി എച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ റോ ജി ഇൻറ്റു AH ബാർ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? റോ നമ്മൾ ഏതെടുക്കും? ഇവിടെ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഉള്ളൊരു
ഫ്ലൂയിഡും ഉണ്ട്, വാട്ടർ 1000 kg/m³ ഡെൻസിറ്റി ഉള്ള ഒരു വാട്ടറും ഉണ്ട്. ഇപ്പം ഏതിൻ്റെ റോ എടുക്കും അല്ലേ? അപ്പം അതൊരു കൺഫ്യൂഷനാണ്. അപ്പം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രത്തിൻ്റെ പേര് ഫോഴ്സ് ഡയഗ്രാം. ഞാൻ 2 ഫ്ലൂയിഡൊക്കെ വരുന്ന കേസിൽ നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രത്തിൻ്റെ പേര് ഫോഴ്സ് ഡയഗ്രാം. ഫോഴ്സ് ഡയഗ്രാം 0.5 മീറ്റർ ആയിരുന്നു വാട്ടറിൻ്റെ ഡെപ്ത് അല്ലേ? ഓക്കെ. അപ്പോൾ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ തന്നെ വരക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ഈ ഒരു ടാങ്ക് ആദ്യം വരക്കണം, എന്നിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ വേണം എന്ത് വരക്കാൻ, നമ്മുടെ ഫോഴ്സ് ഡയഗ്രാം വരക്കേണ്ടത്. ആൻഡ് ആ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഡെപ്ത് ഈസ് ഈക്വൽ ടു ദ ഡെപ്ത് ഓഫ് അവർ ടാങ്ക്. ടാങ്കിൻ്റെ ഡെപ്ത് ആയിരിക്കും ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഡെപ്ത്. ദെൻ ഇതിൻ്റെ എക്സ് ഡയറക്ഷനിലേക്ക് നമ്മൾ വരക്കേണ്ടതൊക്കെ ഓരോ പോയിന്റിലും ഉണ്ടാവുന്ന പ്രഷറാണ്, ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് നമ്മൾ ഇതിൻ്റെ എക്സ് ഡയറക്ഷനിലേക്കൊക്കെ വരക്കേണ്ടത്. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് നമ്മൾ എക്സ് ഡയറക്ഷനിലേക്ക് വരക്കുന്നത്. അപ്പോൾ പ്രഷർ ഫോഴ്സ് അറ്റ് ടോപ്പ് ഓഫ് സർഫസ് എന്താ? ഫോഴ്സ് ഓർ പ്രഷർ അറ്റ് ദി ടോപ്പ്. പ്രഷർ ഒരു ടാങ്കിലുള്ള പ്രഷറിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും അല്ലേ? എച്ച് കൂടുന്നതിനനുസരിച്ച്, എച്ച് ഫ്രം ഫ്രീ സർഫസ് കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യും ഇല്ലേ? അപ്പോൾ ടോപ്പ് സർഫസിൽ എച്ച് 0 അല്ലേ? അപ്പോൾ അവിടെയുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി ഓർ പ്രഷർ ഫോഴ്സ് 0. അപ്പോൾ നമ്മളിവിടെ പ്രഷർ ഫോഴ്സ് ഇവിടെ 0 ആയിരിക്കും. ദെൻ എച്ച് കൂടുന്നതിനനുസരിച്ച് പ്രഷർ ഫോഴ്സിൻ്റെ വാല്യൂ, ഞാനത് റെഡ് കൊണ്ട് വരക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. എച്ച് കൂടുന്നതിനനുസരിച്ച്, എച്ച് ഫ്രം ഫ്രീ സർഫസ് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രഷർ കൂടി 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 വരും അല്ലേ? കൂടി 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 വരും. എനിക്കിതിങ്ങനെ നേരെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിങ്ങനെ എനിക്ക് നേരെ താഴോട്ടേക്ക് വരക്കണമെങ്കിൽ എന്തായിരിക്കണം? ഈ 2 ലിക്വിഡും സെയിം ആയിരിക്കണം. ഈ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു ലിക്വിഡാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ താഴെ വാട്ടറാണ്. അപ്പം ഈ ലിക്വിഡിനെക്കാട്ടും പ്രഷർ വാട്ടറിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ വാൾസിൻ്റെ മേലെ അല്ലേ? അപ്പം ഇവിടെ എനിക്ക് എന്ത് വേണം? ഒരു ബ്രേക്ക് ഓഫ് സ്ലോപ്പ് വേണം. കാരണം ഈ ലിക്വിഡ് അപ്ലൈ ചെയ്തതിനെക്കാട്ടും ഫോഴ്സ് ഈ 0.5 മീറ്റർ എന്ന് പറയുന്ന ഡെപ്തിൽ വാട്ടർ ആണുള്ളത്. അപ്പോൾ ആ ഡെപ്തിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി സ്ലോപ്പ് കുറച്ചിട്ടുള്ളൊരു ട്രയാങ്കിൾ വേണം ഇവിടെ വരയ്ക്കാൻ. ഓക്കെ. അപ്പോൾ ഇതാണ് ഫോഴ്സ് ഡയഗ്രാം. അപ്പോൾ ഇതിൽ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ അപ്ലൈഡ് ആവുന്ന ഫോഴ്സ് ആണ്. ഈ ലൈനിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ അപ്ലൈഡ് ആവുന്ന പ്രഷർ ഫോഴ്സ് ആണ്. ആൻഡ് ഇവിടെ പ്രഷർ ഫോഴ്സ് 0 ആണ്, കാരണം ഇത് സർഫസ് ആണ്. സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് h 0 ആണ് ഇവിടെ, അതുകൊണ്ട് അവിടെ 0 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രഷർ ഡയഗ്രാം വരയ്ക്കുക. പ്രഷർ ഡയഗ്രാം എപ്പോഴും ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ഡയഗ്രാം ആയിരിക്കും. അതിൻ്റെ ഒരു സൈഡ് ടാങ്കിൻ്റെ ഡെപ്തിന് ഇക്വാലൻ്റ് ആയിരിക്കും. ആൻഡ് ട്രയാങ്കുലർ ഷേപ്പിൻ്റെ ബേസസ് equivalent to or basis equal to magnitude of force in respective positions. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം ഇവിടെ 0 ആണെന്ന് നമുക്കറിയാം. ദെൻ ഇതിൻ്റെ വാല്യൂ, ഈ ലൈനിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെയുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? പ്രഷർ ഇൻറ്റൻസിറ്റി ആണ് ടേം ഓർക്കണം. പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇവിടെയുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡെപ്ത് h ആണ്. അപ്പം എച്ച് എന്ന് പറയുന്ന വാട്ടർ കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ? എച്ച് ഡെപ്ത് ഉള്ള ഒരു വാട്ടർ കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റോ ഇൻറ്റു ജി ഇൻറ്റു 1 മീറ്റർ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി അല്ലേ? അപ്പോൾ അതിനെ നമുക്കത് പേരിടാം. എന്നാൽ നിങ്ങൾക്ക് അവിടെ ഇവിടെ ഒന്നും പറയണ്ടല്ലോ, ഓരോ പോയിന്റ് ആയിട്ട് തന്നെ പറയാം. ദിസ് ഈസ് ദി പോയിന്റ് എ, ബി, C, D and E. ഓക്കെ. ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഈ D എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി P അറ്റ് D ഈസ് റോ ജി ഇൻറ്റു എച്ച് ആണ് വരിക. ഇവിടെ റോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൻസിറ്റി ഈസ് 800. 0.8 into 1000. അപ്പോൾ ഡെൻസിറ്റി ഈസ് 800 into 9.81 into h is 1 meter. ആൻഡ് ആൻസർ വരിക 7848 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ.
ഓക്കെ, പ്രഷർ ഇൻറ്റൻസിറ്റി ആണ് കേട്ടോ. അപ്പോൾ അതായത് ഈ ലൈനിൻ്റെ മാഗ്നിറ്റ്യൂഡ് 7848 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഓരോ പോയിന്റിലും ഈ ഡെപ്തിൻ്റെ ഓരോ പോയിന്റിലും ഉള്ള പ്രഷർ ഇൻറ്റൻസിറ്റി നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ പ്രഷർ ഇൻറ്റൻസിറ്റി ആയിട്ട് ഡി കണ്ടുപിടിച്ചു 7848 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദെൻ നമുക്ക് കാണേണ്ടത് ഈ ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഈ 1 മീറ്ററിലെ ലിക്വിഡിനെ കൊണ്ട് ഉണ്ടാവുന്ന പ്രഷർ ഉണ്ടാവും, 0.5 മീറ്റർ ഡെപ്തിലുള്ള വാട്ടറിനെ കൊണ്ടുണ്ടാവുന്ന പ്രഷർ ഉണ്ടാവും, ഇല്ലേ? രണ്ടും ഉണ്ടാവും. അപ്പോൾ പ്രഷർ അറ്റ് ബി എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ 7848 ഉണ്ടാവും, പ്ലസ് വാട്ടറിനെ കൊണ്ടുണ്ടാവുന്ന പ്രഷർ ഉണ്ടാവും. വാട്ടറിനെ കൊണ്ടുണ്ടാവുന്ന പ്രഷർ എന്താണ്? water, rho of water into g into height of water. Rho of water is 1000, g is 9.81 and height of water is 0.5. Okay, അപ്പോൾ അത് ആഡ് ചെയ്താൽ കിട്ടുക 12,753 ആണ്. ഈ വാല്യൂസ് ഞാൻ ചെയ്ത് നോക്കുന്നതല്ല കേട്ടോ, ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂസ് നിങ്ങൾക്ക് എഴുതി തരുന്നതാണ്. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. 12,753 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇവിടുന്ന് ഇവിടെ വരെ 12,753 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇതാ ഈ സൈഡ് ഇത് 1 മീറ്റർ ആണ്, ഇത് 0.5 മീറ്റർ ആണ്. ആൻഡ് ഈ പ്രഷർ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 7848 ആണ്. ആൻഡ് ബിയിലുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി ഈസ് 12,753 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ പ്രഷർ ഡയഗ്രാം ഓർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ പ്രഷർ ഓൺ ദി വെർട്ടിക്കൽ സൈഡ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ പ്രഷർ കാണാൻ പോകുമ്പോൾ നമ്മൾ ഇവിടെ മൂന്ന് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണ് കാണുന്നത്. അതായത് നമുക്ക് ടോട്ടൽ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ റോ ജി ഇൻറ്റു എ എച്ച് ബാർ ആണ്, ഓർക്കണേ. അപ്പോൾ ഈ നമ്മുടെ 0.8 സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രഷർ ഫോഴ്സിനെ ഓർ ടോട്ടൽ പ്രഷറിനെ F1 എന്ന് വിളിക്കാം. ദെൻ ഈ വാട്ടറിനെ കൊണ്ടുണ്ടാകുന്ന പ്രഷർ നമുക്കിവിടെ രണ്ട് പോർഷനായിട്ട് ഒരു ട്രപ്പീസോറിയൽ ഷേപ്പായിട്ടാണ് നമുക്ക് ഇവിടെ എന്തുള്ളത് വാട്ടറിന് ഈ രണ്ട് കമ്പൈൻഡ് ഫ്ലൂയിഡിൻ്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാകുന്നത്, അല്ല ഇതൊരു ട്രപ്പീസോറിയൽ ഷേപ്പ് അല്ലേ. ഇതിന് നമുക്ക് സോൾവ് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും ആക്കി ഇതിനെ കൺവേർട്ട് ചെയ്തു. ദെൻ ഈ റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഫോഴ്സ് ഈസ് F2 ആൻഡ് ട്രയാങ്കുലർ പോർഷൻ്റെ മേലെ ഉണ്ടാകുന്ന ഫോഴ്സ് ഈസ് F3. രണ്ടും സെയിം ലൈനിലായിരിക്കില്ല കേട്ടോ, ഡിഫറൻസ് ഉണ്ടാവേ. ഓക്കെ, ഈ പ്രഷർ ഡയഗ്രത്തിനെ ഓർ ഫോഴ്സ് ഡയഗ്രത്തിനെ ഞാൻ 3 റിസൾട്ടൻ്റ് ആയിട്ട് എടുത്തു. ഈ ട്രയാങ്കുലർ പോർഷനിൽ അപ്ലൈഡ് ആവുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് F1, ഈ റെക്റ്റാങ്കുലർ പോർഷനിൽ അപ്ലൈഡ് ആവുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് F2 ആൻഡ് ഈ ട്രയാങ്കുലർ പോർഷനിലുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് F3. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വെർട്ടിക്കൽ സൈഡിൽ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷറാണ് ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷറും. അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് കാണുന്നത് F1ൻ്റെ വാല്യൂ കാണണം, F2ൻ്റെ വാല്യൂ കാണണം, F3ൻ്റെ വാല്യൂ കാണണം. അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റിൽ പ്രഷർ 0 ആണ്, ഈ പോയിന്റിൽ 7848 ആണ്, ഈ ലൈനിൽ 12,753 ആണ്. അപ്പം ഈ F1 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഡെപ്തും ഈ 7848 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വിഡ്ത്തുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും. ഓക്കെ, കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെർട്ടിക്കൽ ലൈനിൽ അപ്ലൈഡ് ആവുന്ന ഫോഴ്സ് ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ വെർട്ടിക്കൽ ടാങ്കിൻ്റെ മേലെ അപ്ലൈഡ് ആവുന്ന ഫോഴ്സ് ആണ്. അതൊരു 3 ഡയമെൻഷണൽ ടാങ്ക് ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നതിൻ്റെ നമ്മൾ കാണാത്ത ഭാഗത്തേക്ക് ഒരു 2 മീറ്റർ വിഡ്ത്തും കൂടെ ഉണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം 2 മീറ്റർ വിഡ്ത്തും 1.5 മീറ്റർ ഡെപ്തും ഉള്ള ആ ഒരു പ്ലേറ്റിൻ്റെ മേലെ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് നമ്മളോട് ടോട്ടൽ പ്രഷറാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ആ പ്രഷറിന് ഇങ്ങനെ ഒരു വേരിയേഷൻ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ F1-ൻ്റെയും F2-ൻ്റെയും F3-ൻ്റെയും വാല്യൂ ആണ് കാണാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് പഠിച്ചു വെക്കുക. ഇപ്പം നമുക്ക് F1 കാണണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE into width of tank. Area of triangle ADE into width of tank. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരിക? ട്രയാങ്കിളിന്റെ ഏരിയ is half into BH അല്ലേ, half into base into height. Base is 7848 and height is 1 meter. ഇതാണ് F and into width of tank നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 meter. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് 7848 തന്നെയാണ് കിട്ടുക അല്ലേ? 7848 എന്നല്ലേ കിട്ടുന്നത്? 7848 ന്യൂട്ടൺസ് കിട്ടും F1-ന്റെ വാല്യൂ. F1 is 7848 ന്യൂട്ടൺ. ദെൻ നമുക്ക് F2 കിട്ടണം. F2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? F2 ഈ റെക്ടാങ്കുലർ പോർഷനിലുള്ള ടോട്ടൽ പ്രഷറിന്റെ റിസൾട്ടന്റ് ആണ്. അപ്പോൾ F2 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ BDEF into width of tank. ഞാൻ അങ്ങനെ എഴുതാം. F2 is area of rectangle BDEF into width of tank. Okay, area of rectangle BDEF എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ 0.5 into 7848 ഇല്ലേ? That is 0.5 into 7848 into width of tank is 2. അപ്പോൾ അത് കിട്ടുക 7848 തന്നെയാണ്. 0.5 ആണല്ലോ അത്. അപ്പോൾ 7848 ആണ്. 7848 ന്യൂട്ടൺ. അപ്പോൾ F1ഉം F2ഉം നമുക്ക് 7848 ന്യൂട്ടൺ കിട്ടി. ആൻഡ് F3 കാണാൻ എന്താ ചെയ്യുക? F3 is equal to F3 എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കുലർ പോർഷനിലുള്ള റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് ട്രയാങ്കുലർ പോർഷൻ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ടാങ്ക്. അപ്പോൾ F3 ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ FEC ഇൻറ്റു വിഡ്ത്ത് ഓഫ് ടാങ്ക്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരിക? ഹാഫ് ഇൻറ്റു ഈ FC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇൻറ്റു ഹൈറ്റ് 0.5 അല്ലെ? ഈ FC എന്ന് പറയുന്ന ഡിസ്റ്റൻസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? BC 12753 ആണ്, BF 7848 ആണ്. അപ്പൊ ഈ 12753 7848 മൈനസ് ചെയ്താൽ നമുക്ക് FC കിട്ടും ഇല്ലേ? അപ്പൊ നമ്മളെ ട്രയാങ്കിളിന്റെ ഏരിയ വരിക ഹാഫ് ഇൻറ്റു 12753 മൈനസ് 7848 into height is 0.5 into width of tank is 2. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് കിട്ടുക 2452 ആണ് നമുക്ക് ആൻസർ വരിക. 2452.5 ന്യൂട്ടൺസ് ആണ് F3 വരിക. ഓക്കെ, അപ്പം നമ്മുടെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ is F1 plus F2 plus F3, that is 7848 plus 7848 plus 2452.5, that is 18,148.5 ന്യൂട്ടൺ എന്നാണ് ആൻസർ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കിട്ടിയേക്കുന്നത്. സോ ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടി. അപ്പോൾ പ്രൊസീജിയർ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ രണ്ട് ലിക്വിഡ് വന്നിട്ട് ആ ലിക്വിഡ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ടാങ്കിൻ്റെ വെർട്ടിക്കൽ സൈഡിൽ അപ്ലൈഡ് ആകുന്ന പ്രഷർ ചോദിച്ചാൽ നമുക്ക് ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ആദ്യം ആ ടാങ്ക് വരയ്ക്കുക, അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഫോഴ്സ് ഡയഗ്രാം ഓർ പ്രഷർ ഡയഗ്രാം വരയ്ക്കുക. ആ പ്രഷർ ഡയഗ്രാം ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ഡയഗ്രാം ആയിരിക്കും. അതിൻ്റെ ഒരു സൈഡ് ഇസ് ഇക്വലന്റ് ടു ഡെപ്ത് ഓഫ് ദിസ് ടാങ്ക് ആൻഡ് അതർ സൈഡിൽ വരിക എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രഷർ അറ്റ് ഈച്ച് പോയിന്റ്. ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ആ ട്രയാങ്കിളിൻ്റെ സ്ലോപ്പ് ഈ രണ്ട് ലിക്വിഡിൻ്റെയും ഇന്റർസെക്ഷനിൽ ആ ട്രയാങ്കിളിൻ്റെ സ്ലോപ്പ് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫിഗർ വരയ്ക്കുക, ദെൻ ഇതിന് നെയിം ചെയ്തു നമ്മൾ. എന്നിട്ട് ഫസ്റ്റ് പോയിന്റിൽ പ്രഷർ ഇസ്
0. ദെൻ രണ്ട് ലിക്വിഡിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റിലുള്ള പ്രഷർ നമ്മൾ കണ്ടുപിടിച്ചു ബൈ യൂസിങ് ദി ഇക്വേഷൻ റോ ജി എച്ച്. അത് നമ്മൾ യൂസ് ചെയ്ത റോ ഇസ് അപ്പർ ഫ്ലൂയിഡിൻ്റെ റോ ആണ് യൂസ് ചെയ്തത് ആൻഡ് എച്ച് ആ അപ്പർ ഫ്ലൂയിഡിൻ്റെ എച്ച് ആണ്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി, അത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് എടുത്തു. ദെൻ ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ, ബോട്ടം പോയിന്റിൽ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലിക്വിഡും കാരണം ഉണ്ടാവുന്ന പ്രഷറാണ്. അപ്പോൾ ഈ ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ പ്ലസ് നമ്മുടെ ബോട്ടം ലിക്വിഡിൻ്റെ ഹൈറ്റ് കൊണ്ട് ഉണ്ടാവുന്ന പ്രഷർ, അത് നമ്മൾ റോ ജി എച്ച് വെച്ച് കണ്ടുപിടിക്കും. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഈ ലൈനിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അത്ര ആയാലും നമ്മുടെ പ്രഷർ ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഓരോ, ഇപ്പോൾ ഇതൊരു ട്രയാങ്കിൾ, ഈ പ്രഷർ ഡയഗ്രത്തിൽ നമുക്ക് അറിയാവുന്ന ഷേപ്സിലേക്ക് മാറ്റി. ഇവിടെ നമുക്ക് ഒരു ട്രപ്പിസോറാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിതിനെ ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും ആക്കി കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ രണ്ട് റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും വന്നു നമ്മുടെ പ്രഷർ ഡയഗ്രത്തിൽ. എന്നിട്ട് നമ്മൾ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ ഓരോ പോർഷനിലുള്ള ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചു. ഓരോ പോർഷനിലുള്ള പ്രഷർ ഫോഴ്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനൊക്കെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടി. അപ്പോൾ ഓരോ പോർഷനിലുള്ള പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഷേപ്പിൻ്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദിസ് ടാങ്ക് ചെയ്തു. ഇവിടെ ആദ്യം നമ്മൾ ഈ എ ഡി ഇ ട്രയാങ്കിളിലുള്ള ടോട്ടൽ പ്രഷർ കാണാൻ വേണ്ടിയിട്ട് എ ഡി ഇ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുത്തു, അതിനെ വിഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ നമ്മൾ ബി ഡി ഇ എഫ് എന്നുള്ള റെക്റ്റാങ്കിളിലുള്ള ടോട്ടൽ പ്രഷർ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ടാങ്ക് ചെയ്തു. ദെൻ നമ്മൾ എഫ് ഇ സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ടോട്ടൽ പ്രഷർ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ടാങ്ക് ചെയ്തു. അപ്പോൾ F1ഉം F2ഉം F3ഉം കിട്ടി. അത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ പ്രഷർ അപ്ലൈഡ് ബൈ ദ സിസ്റ്റം ഓഫ് ഫ്ലൂയിഡ്സ് ഓൺ ദി വെർട്ടിക്കൽ സൈഡ് ഓഫ് ദി ടാങ്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടല്ലോ, എന്താണ്? സെൻറ്റർ ഓഫ് പ്രഷർ കാണാൻ വേണ്ടിയിട്ട്. സെൻറ്റർ ഓഫ് പ്രഷർ കാണാൻ ഇതേപോലെ നമുക്കിവിടെ ഇക്വേഷൻ ഇല്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്, ടോട്ടൽ പ്രഷറിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ ഒരു പ്രൊസീജിയറാണ് ഇവിടെയും നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ടോട്ടൽ പ്രഷറിനെ നമ്മൾ എഫ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഈ എഫ് ഇവിടെ എവിടെയെങ്കിലും ആണ് അപ്ലൈഡ് ആവുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ എവിടെയെങ്കിലും അപ്ലൈഡ് ആവുന്നു എന്ന് വിചാരിക്കാം. അതിൻ്റെ അതിലേക്കുള്ള ഡിസ്റ്റൻസ് എച്ച് സ്റ്റാർ ആണെന്ന് വിചാരിക്കാം. ഫ്രം ടോപ്പ് ഓഫ് ദി ഫ്ലൂയിഡിൻ്റെ ടോപ്പിൽ നിന്ന് ഈ എഫ് അപ്ലൈഡ് ആവുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എച്ച് സ്റ്റാർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എച്ച് സ്റ്റാർ ആണ് അടുത്തത് കണ്ട സെൻറ്റർ ഓഫ് പ്രഷർ. എച്ച് സ്റ്റാർ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് എഫ് അബൌട്ട് ദി ഫ്രീ സർഫസ് is equal to moment of F1 with respect to free surface plus moment of F2 with respect to free surface and moment of F3 with respect to free surface. Okay, അതായത് F into moment of F with respect to free surface ആണ് F into H star ആണ്. That is equal to moment of F1 with respect to top surface. അല്ലേ? അപ്പോൾ F1 എന്ന ടോപ്പ് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? F1 എന്ന ഈ ടോപ്പ് സർഫസ് F1 ആക്റ്റഡ് ആവുക. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ F1 ആക്റ്റഡ് ആവുക ഈ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ്. F2 ആക്റ്റഡ് ആവുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ്. ആൻഡ് F3 ഈസ് അപ്ലൈഡ് ഓൺ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ട്രയാങ്കിൾ FEC. ഓക്കെ, അപ്പോൾ ഈ F1 എന്ന സെൻറ്ററിലേക്ക് ഫ്രീ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2/3 ഇൻറ്റു AD ആയിരിക്കും. എന്തുകൊണ്ടാ? ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇസ് 2/3 ഇൻറ്റു ഇറ്റ്സ് ഹൈറ്റ്, 2/3 H ഫ്രം ഇറ്റ്സ് അപെക്സ്. ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഇറ്റ്സ് അപെക്സ് ഇസ് 2/3 ഓഫ് ദി ഡെപ്ത്. അപ്പോൾ F1 ഇൻറ്റു 2/3 ഇൻറ്റു AD ആണ്. F1ൻ്റെ മൊമെൻറ്റ് എബൌട്ട് A വരിക. ദെൻ F2ൻ്റെ മൊമെൻറ്റ് എബൌട്ട് A എന്ന് പറഞ്ഞാൽ F2 ഇൻറ്റു ഇതിൻ്റെ ഹാഫ് അല്ല, റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് വരിക? റെക്റ്റാങ്കിളിൻ്റെ ഡെപ്തിൻ്റെ പകുതിയിൽ.
അപ്പോൾ ഈ റെക്ടാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടുന്ന് ഇതിന്റെ പകുതിയിലേക്ക് 0.25ലേക്കാണ് വരിക. പ്ലസ് ഈ ഡിസ്റ്റൻസും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യണ്ടേ. അപ്പോൾ F2ന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ F2 ഇൻറ്റു അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ് ഈസ് 0.5/2 പ്ലസ് നമ്മൾ അതിന്റെ കൂടെ 1 മീറ്ററും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ F3യുടെ മൊമെന്റ് അബൌട്ട് എ എന്ന് പറഞ്ഞാൽ F3 ഒരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇതിന്റെ എപെക്സ് എന്ന് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 2/3 ഡെപ്ത് ആയിരിക്കും. അത് പ്ലസ് 1 മീറ്റർ ആണ്. അതിൽ നിന്ന് ഫ്രീ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ F3യുടെ മൊമെന്റ് ഈസ് F3 ഇൻറ്റു 2/3 ഓഫ്, ഞാനിവിടെ പേര് എഴുതാം, 2/3 ഓഫ് FE ഡിസ്റ്റൻസ് പ്ലസ് 1 മീറ്റർ. 2/3 ഓഫ് FE പ്ലസ് 1 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. എഫിന്റെ വാല്യൂ എത്രയാ? 18,000 ആണോ? 18,148.5 ഇൻറ്റു H സ്റ്റാർ. കുറച്ച് മേലോട്ടായി പോയി. എഫിന്റെ വാല്യൂ 18,148.5 ആണ്. H സ്റ്റാർ നമുക്ക് കണ്ടുപിടിക്കണം, അറിയില്ല. ഈക്വൽ ടു F1ന്റെ വാല്യൂ 7848 ആയിരുന്നു. ഇൻറ്റു 2/3 AD എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. പ്ലസ് F2ന്റെ വാല്യൂ 7848 തന്നെ. 7848 ഇൻറ്റു 0.5/2 പ്ലസ് 1. 0.5/2 പ്ലസ് 1 പ്ലസ് F3യുടെ വാല്യൂ എത്ര കിട്ടിയത് നമുക്ക്? 24525. 2452.5. 2452.5 ഇൻറ്റു 2/3 ഇൻറ്റു FE എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 പ്ലസ് 1. ഓക്കെ, ഇത് ചെയ്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കിട്ടുക 18,312 എന്നാണ് കിട്ടുക ഈ കാൽക്കുലേഷൻ ചെയ്താൽ. സോ H സ്റ്റാർ ഇസ് ഈക്വൽ ടു 18,312 ഡിവൈഡഡ് ബൈ 18,148.5. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1.009 മീറ്റേഴ്സ്. പിന്നെയാണ് നമ്മൾ രണ്ട് ലിക്വിഡ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ പ്രഷറും H സ്റ്റാറും കാണുക. ഇതിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാനില്ല. ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഞാൻ ഇതേപോലെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് പ്രാക്ടീസിന് തരും. അതും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കാരണം എനിക്ക് നിങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞാലേ കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ. എന്നാലും ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം, ഞാൻ പറഞ്ഞ സ്റ്റെപ്സ്. ഓക്കെ, ഇവിടെ പെർഫെക്റ്റ്ലി നമുക്ക് ഇക്വേഷൻ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൊസീജിയർ അങ്ങനെ തന്നെ ചെയ്തത് പഠിക്കാൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചോദിക്കുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ എനിക്ക് ഒരുപാട്, അതായത് ഇന്നലെ 51,000 നമുക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 52,000 കിട്ടിയ കുട്ടികളൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, ഇത് അങ്ങനെയല്ലല്ലോ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ കുറേ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ ഇപ്പോൾ നോക്കാം 18,148.5, അതൊരു ഫ്രാക്ഷൻ. 0.5 എന്നുള്ളതൊരു ഫ്രാക്ഷൻ അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു കുട്ടി 18,148.5 എന്ന് മാത്രം എടുത്തു. ഈ 5ൻ്റെ അപ്പോൾ 3യും കൂടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. 18,148.5 3 ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളെ റിസൾട്ട് എൻറ്റയർലി മാറും. കുറച്ചുകൂടി വലിയ വാല്യൂ അല്ലെങ്കിൽ കുറച്ചുകൂടി ചെറിയ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻ നമ്മൾ എടുക്കുന്ന എത്ര പോയിന്റ് ഓഫ് ഡെസിമൽ നമ്മൾ എടുക്കുന്നുണ്ട് അതിനെ വെച്ച് നമ്മുടെ റിസൾട്ടിൽ ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതും നിങ്ങൾ മൈൻഡാക്കേ വേണ്ട. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയ വാല്യൂവിൻ്റെ അടുത്ത് കിട്ടിയാൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ തരുന്ന പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു.